അസ്സലാമു രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് വക്കം മജീദിനെ വിക്കിപീഡിയയിൽ പരിചയപ്പെടുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെ മാതൃ സഹോദരനാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്ത് പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ 1948 മുതൽ 52 വരെ അദ്ദേഹം MLA ആയിരുന്നു. അഞ്ചുതെങ്ങ് പ്രദേശം അതുപോലെ വക്കം പ്രദേശങ്ങളിലൊക്കെ ആ കാലഘട്ടത്ത് അടിമ വ്യാപാരം ഉണ്ടായിരുന്നു. വക്കം മജീദ് അവരെ മോചിപ്പിക്കുകയും ഭൂമി ദാനമായി നൽകി കൃഷിഭൂമിക്കും വാസയോഗ്യത്തിനുമായി നൽകുകയും ചെയ്തിരുന്നു. അത്രയും മാനവ വിമോചനത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു ദേശസ്നേഹിയായ വക്കം മജീദ്. ഞാൻ അദ്ദേഹത്തെ അല്ല പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഫാത്തിമ. അവർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. വിധവയാണ്, കുട്ടികളൊന്നുമില്ല. 88 വയസ്സായി. ഓർമ്മകൾ മങ്ങി തുടങ്ങി. എങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു മകൾ ജീവിച്ചിരിക്കുന്നു. ആ പിന്മുറയിൽ അവരെ കാണാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് ഈ ഹ്രസ്വമായ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. വക്കം മജീദിൻ്റെ മകൾ ഫാത്തിമയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹിസ്റ്ററിയാണ് കൂടുതൽ എനിക്കിഷ്ടം. പഴയ കാലത്തിൻ്റെ ചരിത്രങ്ങളെ. പിന്നെ ഇംഗ്ലീഷിന് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാപ്പയുടെ കൊച്ചാപ്പാടെ മകൾ ഡോക്ടർ റഹിമ മുഹമ്മദ് കുഞ്ഞ് മലേഷ്യയിൽ ആയിരുന്നു മരിച്ചുപോയി. അങ്ങനെ ഡോക്ടർമാരും വലിയ ഓഫീസേഴ്സുമൊക്കെ സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നാരായണഗുരുസ്വാമി അവിടുത്തെ എല്ലാ ഫംഗ്ഷനും അവർ ക്ഷണിക്കുകയും പാപ്പ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും പാപ്പ നേതാവാണ്. ഇത് പണ്ട് കാലത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ തുടക്കകാലത്ത് ഇവിടെ വേറൊരു കാര്യമുണ്ട്. അടിമ വ്യാപാരമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വാപ്പ തലയെടുത്തതിന് ശേഷം ആർക്കും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ വക്കംപള്ളിയുടെ സ്ഥലത്തു നിന്ന് തന്നെ 5 സെന്റ് സ്ഥലം എടുത്ത് ഒരു കുടുംബത്തില്ല അതിൽ മതിലിൻ്റെ താമസിപ്പിച്ചു. അപ്പോൾ അവർ ആ പപ്പക്ക് നമ്മുടെ കുടുംബക്കാർ വഴിക്ക് വാച്ചവരാണ്. 4 പെൺമക്കളും ഒരു മകൻ. ആ മകനെ വാപ്പ ഗവൺമെൻറ് കൊടുത്ത സ്ഥലം മടത്തറ കൊണ്ടുപോയി 2 ഏക്കർ സ്ഥലം എഴുതി കൊടുത്ത് ഒരു കൃഷിക്കാരനാക്കി മാറ്റി.